ഹലോ ഹായ്. ഗോളം മലയാളം മൂവി ഡയറക്റ്റഡ് ബൈ സംജിത്ത്, പുതിയ സംവിധായകനാണ്. സോ ആ മൂവിയെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, മൂവിയിലോട്ട് വന്നു കഴിഞ്ഞാൽ മൂവി ഒരു മർഡർ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. മൂവിയിലോട്ട് വന്നു കഴിഞ്ഞാൽ മൂവിയിൽ ഒരു സെൻട്രിക് റോള് ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് സജീവാണ്. പുള്ളിയുടെ ലാസ്റ്റ് മൂവീസ് എന്ന് പറഞ്ഞാൽ മൈക്ക്, അതേപോലെ ഹൽബ്, അതിലൊക്കെ വന്ന് അധികം ഫെമിലിയർ അല്ലാത്ത ഫേസ് ആണ്. എനിക്ക് അധികം ഫെമിലിയർ അല്ലാത്ത ഫേസാണ്. ഒരു ഒരു പോലീസുകാരനായിട്ടാണ് പുള്ളി വരുന്നത്. ഒരു എസ് പി സന്ദീപ് എന്നോണം മറ്റോണ പേര്. ഒരു എസ് പി ആയിട്ടാണ് വരുന്നത്. ഒരു കോർപ്പറേറ്റ് ഫേം, അതിലൊരു മർഡർ നടക്കുന്നു. പുള്ളി അതിലോട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്നു. ഒരു ചെറിയ സർഫസിൽ കടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ. അതാണ് ഗോളം എന്ന മൂവി. പടത്തിൽ പറയേണ്ടത് രഞ്ജിത്ത് സജീവിന്റെ ഒരു ബേസിക് ഇൻട്രോയും കാര്യങ്ങളും എല്ലാം ഒരു പ്രോപ്പർ ഫിസിക്, ഒരു പോലീസുകാരാണ്, ഒരു എസ് പിക്ക് വേണ്ട ഫിസിക്കും കാര്യങ്ങളും അതെല്ലാം പ്രോപ്പറായിട്ട് പുള്ളി അതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നൈസായിരുന്നു. പുള്ളിയുടെ ഇൻവെസ്റ്റിഗേഷൻ ആയാലും ശരി, ആ ഒരു മൂഡാണ് ത്രൂ ഔട്ട് പടം പിടിച്ചു പോകുന്നത്. ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ മൂഡാണ് ത്രൂ ഔട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു മർഡർ ഒരു പ്ലേസ്, ഒരു കോപ്പറേറ്റീവ് ഫേമിൽ നടക്കുന്നു. അവിടെ നിന്ന് അത് ഒരു പസിൽ പോലെ, ഒരു ജിക്സോ പസിൽ പോലെ അത് എങ്ങനെ സോൾവ് ചെയ്ത് പോകുന്നു, അതാണ് പടത്തിന്റെ ത്രൂ ഔട്ട് ഒരു കോർ പ്ലോട്ട് എന്ന് പറയുന്നത്. പടം ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒരു മർഡർ നടന്നു, അങ്ങനെ കോർ പ്ലോട്ടിലോട്ട് എത്തിച്ചേർന്നു. അവിടെ നിന്ന് പോലീസ് വരുന്നു, കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. കൂടെ അലൻസിയർ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരു സാധാ പോലീസുകാരനായിട്ട് കൂടെ ഗൈഡ് ചെയ്യാൻ വരുന്നു. അങ്ങനെ അവരൊരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളുമായിട്ട് പോകുന്നു. അവിടെ എത്തുമ്പോൾ ചെറിയൊരു ഡിപ്പ് ഉണ്ടാവുന്നു. എന്നാലും പടം സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും, ആ ഒരു പസില് അവരെങ്ങനെ സോൾവ് ചെയ്യുന്നു അതുപോലെയാണ്. പസിൽ മീൻസ് ആ ഇൻവെസ്റ്റിഗേഷൻ, അതിന്റെ ഒരു ത്രെഡും കിട്ടുന്ന കാര്യങ്ങളും, എങ്ങനെ ആ മർഡർ നടന്നു, എന്തിനു നടന്നു, അതൊക്കെ സോൾവ് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെയാണ് പടത്തിനെ കൂടുതൽ എൻഗേജിങ് ഫാക്ടർ ആക്കുന്നത്. പടത്തിലെ മെയിൻ ലീഡ് റോൾസ് ചെയ്തിരിക്കുന്ന ഒന്ന് സിദ്ദിഖ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ദിലീഷ് പോത്തൻ ചെയ്തിട്ടുണ്ട്, പിന്നൊന്ന് സണ്ണി ചെയ്തിട്ടുണ്ട്. സണ്ണി ചെയ്ത ക്യാരക്ടർ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു വന്നിട്ടൊരു സെക്കൻഡ് ഒരു സീക്വലിനുള്ള ഹിന്റ് ഇട്ട് പോയിരിക്കുകയാണ് ചെയ്യുന്നത്. അത് സീക്വലിനൊരു സ്കോപ്പ് പടത്തിന്റെ ടേലെന്ത് ഇട്ട് പോകുന്നുണ്ട്. അത് വരട്ടെ. അത് കാര്യം ഒരു ഡീസന്റ് വാച്ചായിരുന്നു പടം. കാര്യം ഈ ഒരു സ്റ്റോറി നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ എവിടെയോ കണ്ട ഒരു സ്റ്റോറിയാണ്. പക്ഷേ ആ ഒരു സ്റ്റോറി എൻഗേജിങ് ആയിട്ട് ഒരു സ്ക്രീൻ പ്ലേയിൽ എത്തിക്കാൻ പടത്തിന് സാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലിമിറ്റഡ് ബഡ്ജറ്റിൽ, ലിമിറ്റഡ് സ്പേസിൽ ഈ ബഡ്ജറ്റിൽ ഈ സിനിമ മാക്സിമം ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ക്യാമറ ഷോട്ട്സ് ആയാലും ക്യാമറ ആംഗിൾസ് ആയാലും ഒരു ചില ക്യാമറ ആംഗിൾസ് എല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഈ പടത്തിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ക്യാമറ ആംഗിൾസിനും എല്ലാം. രഞ്ജിത്ത് സജീവ് പുള്ളി ആയാലും ശരി, ഒരു പ്രോമിസിങ് ആയിട്ട് ഇനി കരിയറിലോട്ട് വരാൻ പുള്ളിക്ക് ഒട്ടനവധി ചാൻസസ് ഉണ്ട്. കാര്യം ഇപ്പൊ 3 പടം ആയിട്ടുള്ളൂ. ഇതിലും പുള്ളി അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ ചില പോരായ്മകളുണ്ടെങ്കിലും അത്യാവശ്യം ചില എഫേർട്സും കാര്യങ്ങളും പുള്ളി തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇനിയും ഒരുപാട് പ്രോമിസിങ് ആയിട്ട് റോൾസ് ചെയ്യാൻ പുള്ളിക്ക് പറ്റട്ടെ. അതേപോലെ തന്നെ സിദ്ദിഖിന്റെ ക്യാരക്ടർ ആയാലും, കിട്ടിയ ക്യാരക്ടർ പുള്ളി അതിന്റെ പെർഫെക്റ്റ് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു വരുന്ന പോർഷനൊക്കെ പുള്ളി അങ്ങ് എന്ന് വെച്ചാൽ കഥയെ അങ്ങ് എലിവേറ്റ് ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നുണ്ട്. കഥയെ സിനിമയെ ഒന്ന് എലിവേറ്റ് ചെയ്യാൻ പുള്ളി വരുന്ന പോർഷൻസിനെല്ലാം പറ്റുന്നുണ്ട്. ദിലീഷ് പോത്തനായാലും ആ ഒരു മേജർ റോളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് അത് കാണുമ്പോൾ മനസ്സിലാവും. അത് ട്രെയിലറിലും ഇതെല്ലാം എവിഡന്റ് ആണ് എന്താണ് പുള്ളിയുടെ റോളും കാര്യങ്ങളും. ഒരു കോർപ്പറേറ്റ് ഫേം, പിന്നെ കുറെ മെഡിക്കൽ പരമായ കാര്യങ്ങളും എല്ലാം പറഞ്ഞു പോകുന്ന സിനിമയാണ്. കുറെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് ആയി പോകും. അതാണ് കൂടുതൽ പടത്തിലോട്ട് കടക്കാത്തത്. നിങ്ങൾ തന്നെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു ഇത്ര ലിമിറ്റഡ് ബഡ്ജറ്റിൽ വന്നൊരു സിനിമ എന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു വൺ ടൈം വാച്ചബിൾ എന്നോ ഒരു ഡീസന്റ് വാച്ച് എന്നോ അങ്ങനെ വേണമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ വെറുപ്പിച്ചില്ല. മാക്സിമം പടം ഒരു ഡീസന്റ് വാച്ചായിട്ട് പടം കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് എനിക്ക് വർക്കായ ഒരു മോസ്റ്റ് ഫാക്ടർ. അതാണ്. BGM ആയാലും അധികം ഇട്ട് മുഷിപ്പിച്ചില്ല. ഒരു ഡീസന്റ് വാച്ച് എനിക്ക് പടം തന്നിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ കണ്ട ഗോളം. സോ ഇതെന്റെ ഒരു എനിക്ക് വർക്കായ ഒരു രീതിയാണ്. നിങ്ങൾക്ക് എങ്ങനെ വർക്കാവുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് ഓർ OTT, നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഇതാണ് ഞാൻ കണ്ട ഗോളം.
സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. താങ്ക് യു.